എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് ക്ഷണിക്കുന്നു. ഞാനിന്ന് ഈ വീഡിയോയിൽ പറയുന്നത് രോഹിണി നക്ഷത്രക്കാരുടെ കാര്യമാണ്. അത് മലയാള പുതുവർഷം 1202 മലയാള പുതുവർഷ സമ്പൂർണ്ണ രോഹിണി നക്ഷത്രഫലം. ഇവർക്ക് വേഴം 3-ൽ വരുന്ന സമയമാണ്. അത് കഴിഞ്ഞ് 4-ലും വീണ്ടും 3-ലും മാറി വരുന്ന ഒരു സമയം. വർഷാദ്യം കഠിനാധ്വാനം വേണ്ടിവരുന്ന ഒരു വർഷവും കൂടിയാണ് ഇവരെ സംബന്ധിച്ച്. വർഷാവസാനത്തിൽ കുറച്ച് കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. അതോടൊപ്പം തന്നെ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കാൻ അമിതമായ പ്രയത്നങ്ങൾ ചെയ്യേണ്ട അവസരങ്ങളും വരും. ചില കാര്യങ്ങൾ ഇവര് നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ പല വിധത്തിലുള്ള അമിതമായ പ്രയത്നം ചെയ്യേണ്ടി വരും. അതായത് കഠിന പ്രയത്നം ചെയ്താലേ ഒരു ഉദ്ദേശിച്ച കാര്യം ഈ വർഷം നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. സാമ്പത്തിക ഇടപാടുകളിൽ നിയന്ത്രണവും ശ്രദ്ധയും ഇവരെ സംബന്ധിച്ചുണ്ടാകണം, അല്ലെങ്കിൽ ദോഷമായി വരാൻ സാധ്യതയുണ്ട്. സഹോദര ഗുണത്തോടൊപ്പം തന്നെ ധൈര്യവും സാമർഥ്യവും ചേർന്നു വരുന്ന സമയങ്ങളും ഇവരെ സംബന്ധിച്ച് ഈ വർഷം ഉണ്ടാവും. ദൂരയാത്രകളിൽ അലച്ചിൽ വരാതെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. വർഷം പകുതിയാകുമ്പോൾ മാറ്റങ്ങൾ പലതും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവരെ സംബന്ധിച്ച് ഈ വർഷത്തിന്റെ പകുതി കഴിയുമ്പോൾ പല മാറ്റങ്ങളും ഉണ്ടാകും. അപ്പോൾ 4-ലെ വേഴം സാമ്പത്തികമായിട്ട് ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. മനസ്സിലായോ? ആ സമയത്ത് കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും ഈ വർഷം ഇവരെ സംബന്ധിച്ച്. പൊതുവെ ഭൂമി വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഭൂമി വാങ്ങാനും ഭൂമിയിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാകാനും അതോടൊപ്പം തന്നെ കൃഷി സംബന്ധമായ കാര്യങ്ങളിൽ അവർക്ക് വിജയം കൈവരിക്കാനും സാധിക്കും. ഗ്രഹനിർമ്മാണം തുടങ്ങാൻ സാധിക്കും ഇവരെ സംബന്ധിച്ച്. ഗ്രഹങ്ങൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഗ്രഹങ്ങൾ പുനർനിർമ്മാണം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക്, വീട് മോടി പിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതെല്ലാം അനുകൂലമായ ഒരു സമയമാണ്. വീട് പുതുക്കി പണിയാനും വീട് മോടി പിടിപ്പിക്കാനും ഒക്കെ നല്ലൊരു സമയമാണ്. വാഹന ലാഭം ഉണ്ടാവും. പുതിയതായിട്ട് വാഹനം വാങ്ങാനോ ഉള്ള വാഹനം കൊടുത്തിട്ട് മറ്റൊന്ന് ഒരു പുതിയ വാഹനം വാങ്ങാനോ ഒക്കെ ഇടവരുന്ന ഒരു സമയം കൂടിയാണ്. മുൻപ് അനുഭവിച്ച മാനസിക സമ്മർദ്ദങ്ങൾക്കും അലച്ചിലുകൾക്കും ശമനം ഉണ്ടാവുന്ന ഒരു വർഷമാണ്. ഇവരെ സംബന്ധിച്ച് നേരത്തെ അനുഭവിച്ച ചില മാനസികമായ സമ്മർദ്ദങ്ങളെല്ലാം മാറി, അതോടൊപ്പം തന്നെ അലച്ചിലുകൾ പലതും മാറി, മറ്റും പൊതുവെ നല്ല വിധത്തിലുള്ള ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ വർഷം. പൊതുവെ വർഷാദ്യം ചില പ്രയാസങ്ങൾ നേരിട്ടാലും വർഷം പകുതിയാകുമ്പോൾ കാര്യങ്ങൾ അനുകൂലമായി വന്ന് സംഭവിക്കുകയും ചെയ്യും ഇവരെ സംബന്ധിച്ച്. ഇപ്പൊ രോഹിണി നക്ഷത്രക്കാരുടെ 1202 മലയാള പുതുവർഷ സമ്പൂർണ്ണ നക്ഷത്രഫലമാണ് ഞാനിവിടെ പറഞ്ഞത്. ഈ വീഡിയോയെ പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ എല്ലാവർക്കും നന്ദി പറഞ്ഞ് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.